ഹലോ എവ്രി വൺ. അപ്പം നമുക്കൊരു ചെറിയൊരു സ്മോൾ വൺ ഡേ ട്രിപ്പ് പോയാലോ? പോയിട്ട് കുറച്ച് സ്ട്രോബെറി പറിച്ചിട്ട് വരാം. നമ്മളിങ്ങനെ വില്ലിംഗ്ടണിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 1.5 hour ഉണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലെവലിൽ ഇറങ്ങിയൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് സ്ട്രോബെറി ഫാമിൽ എത്തിയിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഇറങ്ങി കുറച്ചൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് നേരെ സ്ട്രോബെറി പിക്കിങ്ങിന് പോവാണ്. പക്ക വെയിറ്റിങ്ങിലാണ് പിള്ളേർ. ചെറിയൊരു ചാറ്റൽ മഴ വന്നു പെട്ടെന്ന്, പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ഒരു ബോക്സൊക്കെ എടുത്ത് സ്ട്രോബെറി പിക്കിങ്ങിന് ഇറങ്ങി. നല്ലത് നോക്കി പറിച്ചോളാൻ പറയുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് അങ്ങോട്ട് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അവരിങ്ങനെ പറിച്ചു കൂട്ടുമായിരുന്നു. നമ്മളങ്ങനെ കുറേ പറിച്ചു. പിള്ളേരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇന്ദു ചേച്ചിക്ക് ഇപ്പോഴും മതിയായിട്ടില്ല, ഇങ്ങനെ നടന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പിള്ളേരുടെ ഫൺ ആക്ടിവിറ്റീസ്. നമ്മുടെ 5 ഗേൾസ് ഉണ്ട്, അവരുടെ കുറേ ആക്ടിവിറ്റീസ്. പിന്നെ അവർക്ക് ഐസ്ക്രീം വേണം, അപ്പോൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നമ്മളെല്ലാവരും ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ബെറി ഐസ്ക്രീംസാണ് അവിടെ, അവർ തന്നെ വാനില ഐസ്ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. സ്ട്രോബെറി, റാസ്ബെറി ഓർ മിക്സഡ് ബെറി ചൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഐസ്ക്രീമൊക്കെ കിട്ടി. ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞൊന്നും വേണ്ട, നല്ല ചുമയുണ്ടായിരുന്നു ചെറുതായിട്ട്. എന്നാലും എല്ലാവരും ഐസ്ക്രീം തിന്നുമ്പോൾ അവൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ കരഞ്ഞ് കീറിപ്പൊളിച്ച് ചുമ കൂട്ടണ്ടല്ലോ. അപ്പം നമ്മൾ സ്ട്രോബെറി ഒക്കെ പറിച്ച് തിരിച്ചു വന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക കേട്ടോ. ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ കുറച്ച് അവിടെ വെച്ച് ചൂടാക്കി ഒരു മുട്ടയൊക്കെ വറുത്ത്, മുട്ട വറുക്കാനുള്ള സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ടൈം ലാഭിക്കാൻ വേണ്ടി നമ്മളതങ്ങോട്ട് മുട്ട ചിക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ, ചില സ്ഥലത്ത് കൊത്തിപ്പൊരിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ മുട്ടയൊക്കെ ചിക്കി ഞങ്ങൾ പിള്ളേരൊക്കെ കൂടി അവിടെ പാർക്കിൽ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു, സെറ്റാക്കി. പിന്നെ കുറച്ച് നേരം അവിടെ നടക്കാമെന്ന് വിചാരിച്ചു. നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഡക്സും താമരയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കാണാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങി. ഇങ്ങനെ നടന്ന് ഫുൾ ആസ്വദിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വയ്യ, കാത്തുന് നടക്കാൻ വയ്യ. അങ്ങനെ നടന്ന് കാത്തു ഡക്കിൻ്റെ ഒക്കെ പുറകെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ഡക്കിനെ പിടിക്കാൻ നോക്കുക, പക്ഷെ ഡക്കൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ ഇങ്ങനെ ഇരുന്ന് ഒരു ഗാർഡൻ കണ്ടു. അങ്ങനെ ഗാർഡനിൽ കയറി. നല്ലൊരു ക്രിസ്മസ് തീമിൽ മേക്ക് ചെയ്തിരിക്കുന്ന ഗാർഡൻ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കാത്തും കൂടി ഗാർഡൻ്റെ ഉള്ളിൽ. ഇത് പച്ചമുളകല്ലേ, ഈ പൂക്കൾക്കിടയിൽ എന്താ പച്ചമുളകിന് കാര്യം എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് തീമായതുകൊണ്ട് മുഴുവൻ ഒരു റെഡ് മയമായിരുന്നു. എന്നാലും അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ക്രിസ്മസിൻ്റെ ഓരോ തീം വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. കുറേ ഫ്ലവേഴ്സ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിള്ളേർ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനും കാത്തും കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ കളിക്കാൻ പോയപ്പോഴേക്കും പാർക്കിലേക്ക് കുറേ നമുക്കപ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് തോന്നുന്നു വിഷിംഗ് വെല്ലാന്ന് തോന്നുന്നു, പക്ഷേ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കോയിൻസൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ ചെടികൾ കണ്ടായിരുന്നു അതിനിടയ്ക്ക്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ചെടികൾ അവർ റെഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ തപ്പി റെഡിൻ്റെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. സാൻഡയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, കുറേ സാൻഡ, കുഞ്ഞു സാൻഡ, ഡിയർ എല്ലാത്തിനും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു. ആക്ച്വലി സോറി, ഭയങ്കര എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അതൊരു നെഗറ്റീവാണെന്ന് ഞാനിങ്ങനെ കേൾക്കാറുണ്ട് പറഞ്ഞിട്ട്. നമ്മൾ നല്ല ഭംഗിയുള്ളതെന്നൊക്കെ പറയാൻ പാടുള്ളൂ, ഭയങ്കര ഭംഗിയുള്ളതെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ നല്ല ഭംഗിക്ക് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ
കുറേ ഉണ്ട് കേട്ടോ, കുറേ പൂക്കളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് പോണ്ട് മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 ഡോൾഫിൻ 2-3 ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഗോൾഡ് ഫിഷോ കാർപ്പോ അങ്ങനെ എന്തോ ഫിഷായിരുന്നു. പക്ഷേ 2-3 ഉള്ളൂ കേട്ടോ. വെറുതെ പിള്ളേരൊക്കെ എക്സൈറ്റ്മെൻ്റ് ആവുമല്ലോ ഇതൊക്കെ കാണുമ്പോൾ. അതിനു വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കൊരു എൻജോയ്മെൻറ്റ്. അങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാത്തതിനിടയ്ക്ക് ഇതൊക്കെ പറിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ അവളെ മാനേജ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുകയാണ്. ഈ പൂവൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് കുറേ. ഇതിൽ മിക്കതുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിൽ കൂടെ ഒരു കുഞ്ഞു വഴിയുണ്ട് കേട്ടോ, ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കുഞ്ഞു ടണൽ. എനിക്ക് തോന്നുന്നു ഈ വഴി ആ വഴി ഒന്ന് പരീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ പോയിട്ട് ഇനി തിരിച്ചു പോയിട്ട് അപ്പുറത്തെ വഴിയിൽ എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. എത്ര ക്യൂട്ടായിട്ടാണല്ലോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. കുഞ്ഞു കുഞ്ഞു സ്നോമാൻ. ഇത് ക്രിസ്മസ് പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുള്ള ഹെലികോപ്റ്ററാന്ന് തോന്നുന്നു. ഹെലികോപ്റ്റർ അല്ല, പ്ലെയിൻ. നല്ല രസമുണ്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ. ഇവിടെ അല്ലെങ്കിലും ക്രിസ്മസിന് അവർ ലൈറ്റ്സാണ്, ഇങ്ങനത്തെ ഡെക്കറേഷൻസാണ് കൂടുതൽ യൂസ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ സ്റ്റാർ ഇടുന്ന പോലെ ഇവരങ്ങനെ സ്റ്റാർ അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലത്തെ ഡെക്കറേഷൻസും ലൈറ്റ്സുമാണ് കൂടുതലായിട്ട് ഇടുക. ഇതിൽ 2-3 ടൈപ്പ് ഫ്ലവറൊക്കെ നമ്മുടെ വീട്ടിലും നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. കുറേ ടൈപ്പ് ഉണ്ടല്ലോ. ഈ ഫ്ലവറൊക്കെ വീട്ടിൽ, അത് ആക്ച്വലി ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരിക്കുമായിരുന്നു വീട്ടിൽ. പിന്നെ ഞാനെടുത്ത് പുറത്ത് വെച്ചു. കുറച്ചൊന്ന് കരിഞ്ഞ് വന്നപ്പോൾ ഞാൻ വീണ്ടും അകത്തോട്ട് തന്നെ എടുത്ത് വെച്ചു. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതേ ഒരു കിവി എത്തി നോക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഈ ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് തിരിച്ചെത്താറായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എൻജോയ് ചെയ്തു. ക്രിസ്മസ് തീം ഗാർഡൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം പച്ചമുളക് വെച്ചിട്ടുണ്ട് അവർ, ആ ഒരു റെഡ് തീമിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു റോസ് ഗാർഡൻ കണ്ടു. അങ്ങനെ അവിടെ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും ഹിഡൻ ജെം തന്നെ. എത്ര വെറൈറ്റീസാണ് അറിയാം. എന്തോരം കളറാണ്. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ കളറിലും അവിടെ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ബ്ലാക്കിലും മാത്രമേ ഞാൻ കണ്ടില്ല എന്നുള്ളൂ. ഒരുപാട് കളറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോസസ് കണ്ടോ. റെയിൻബോ കളർ മാതിരി. എത്ര കളറാന്ന് നോക്കിയാൽ. വൈറ്റ്, യെല്ലോ, റോസ്, ഓറഞ്ച് എല്ലാം ഒരു ഫ്ലവറിൽ തന്നെ ഉണ്ട്. ചിലതിനൊക്കെ ആട്ടോ നല്ല മണമുള്ളൂ. പക്ഷേ ചിലതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണെന്നുള്ളൂ. പക്ഷെ സ്മെല്ല് കുറവാണ്. പക്ഷെ ചിലതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ പനിനീർ റോസ് എന്ന് പറയില്ലേ, ആ സ്മെല്ലാണ്. നല്ല പനിനീറിൻ്റെ മണം. നല്ല രസമായിരുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഒരുപാട് നേരം ഉണ്ട് ആക്ച്വലി ഈ വീഡിയോ കേട്ടോ. എനിക്ക് ഈ റോസാപ്പൂ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും വെറൈറ്റീസ് ഓഫ് റോസാണ്. ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7.5 മിനിറ്റോളം ഞാൻ ഗാർഡൻ മുഴുവൻ ഇങ്ങനെ നടന്നിട്ട് ഓരോ റോസ് എടുത്ത് കാണിക്കുമായിരുന്നു. എനിക്ക് കണ്ടിട്ട് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് റോസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ നടന്നെടുക്കുമായിരുന്നു. കുറേ കളറുകളാണ് കണ്ടോ. എത്ര വെറൈറ്റീസാണെന്ന് നോക്കി. എനിക്ക് തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല, അത്രയും വെറൈറ്റീസ് ഓഫ് റോസ് ആയിരുന്നു. എനിക്കറിയില്ല ഞാനിത് മുഴുവനും കാണിക്കുമെന്ന്. പക്ഷെ എന്നാലും ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് പറ്റാവുന്ന അത്രയൊക്കെ കാണിച്ചു. എനിക്ക് യെല്ലോ റോസാണ് കുറേ ഇഷ്ടമുള്ളത്. യെല്ലോ റോസ് കണ്ടപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കുമായിരുന്നു. കുറേ കളറുണ്ട് കേട്ടോ. എത്ര കളറാണെന്ന് പറയാൻ പറ്റുന്നില്ല. അത്രയും കളറ്, അത്രയും വെറൈറ്റീസ് ഓഫ് പൂക്കളാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പതുക്കെ നടന്ന്
കാണുമായിരുന്നു. പിള്ളേർ അതിനിടയ്ക്ക് ഓടി കളിക്കുകയാണ്. അവർക്ക് കളിക്കണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് കൂടുതലുള്ളത്. അവർക്ക് ഒരു റൗണ്ട് റോസ് ഗാർഡൻ കഴിഞ്ഞപ്പോൾ അവർ കളിക്കാൻ തുടങ്ങി. നമ്മൾ റോസാപ്പൂ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ലൈൻ കഴിയുമ്പോൾ ഓരോ വെറൈറ്റി കളറുകളാണ് നമ്മൾ കാണുന്നത്. ഇതൊരു മറ്റേ കോണില്ലേ, ചോളത്തിൻ്റെ ഒരു ഫീൽഡാണ്. അതിൻ്റെ നടുക്ക് ചെറിയൊരു പ്രൈവറ്റ് ഗാർഡനാട്ടോ അത്. ആ ചോളത്തിൻ്റെ ഫീൽഡിൻ്റെ നടുക്ക് ഒരു കുറച്ച് സ്ഥലമുള്ളൂ, പക്ഷേ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. കുറേ ടൈപ്പ് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഒരുപാട് റോസ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. ചെറിയൊരു സ്ഥലമാണിത്, ഒരു പ്രൈവറ്റ് ഒരു ആളുടെ ആണ്, പക്ഷേ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നമുക്ക് കയറാം. അങ്ങനെ എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് നമുക്ക് അവിടെ കയറാം. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 2-3 പേരുണ്ടായിരുന്നു. അവർ കണ്ടു കഴിഞ്ഞ് പോയി. പിന്നെ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അവിടെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുകയാണ്. അതിൻ്റെ നടുക്കൊരു തടി കൊണ്ട് ഇട്ടിട്ടുണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല മഞ്ഞ കളറല്ലേ, നമുക്ക് എന്തൊരു ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. അതിൻ്റെ കളർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും മനോഹരമായിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ ഞാൻ അറ്റം വരെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുമെന്ന്, പക്ഷേ കാരണം ഒരുപാടുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ചാണ് പോയി നടന്ന് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഇങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുക. നല്ല രസമല്ലേ, ഒരു ഹാർട്ട് ഷേപ്പിൽ എഴുതുന്നുണ്ടല്ലോ, എല്ലാം കൂടി കുന്നു കൂടിയിട്ട്. റോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അടുത്ത ഫോട്ടോസ് ഇടയ്ക്ക് പിള്ളേരൊരു സാധനം കണ്ടുപിടിച്ചതാണ്. മറ്റേ ഹെഡ് ഡോഗിൻ്റെ ഒരു ബേബിയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ. സ്ട്രോബെറി പറിക്കുന്നതൊക്കെ നമ്മളെടുത്തത്. നമ്മൾ കുറച്ച് ടീമായിട്ടാണ് പോയത്. നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്തൊക്കെ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ 5 ഗേൾസ് ഇടയ്ക്കിടയ്ക്കേ പോസ് ചെയ്യത്തുള്ളൂ. ഫോട്ടോയ്ക്കൊക്കെ വരാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. ഒരു 1.5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പോയതുകൊണ്ട് അത്ര അങ്ങോട്ട് ബോറൊന്നും അടിക്കത്തില്ല. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോരുകയാണ്, ഒരു 1 day ഷോർട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.